ഈ സുഡിയോ ബഹിഷ്കരണത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സാമ്പത്തിക താല്പര്യങ്ങളായിരിക്കുമെന്ന് നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്നാൽ നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാൻ എന്താണുള്ളത്? എന്താണ് ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠം? നോക്കൂ, ഈ സുഡിയോ ബഹിഷ്കരണം മാത്രമല്ല, പ്രത്യേകിച്ചൊരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഒന്നും നിലനിൽക്കാത്ത സമയങ്ങളിൽ ഏതൊരു ബഹിഷ്കരണ ആഹ്വാനവും നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത് ഒരു ഇക്കോസിസ്റ്റത്തിന്റെ ആവശ്യകതയാണ്. യുദ്ധമോ നിലനിൽപ്പിന് ഭീഷണിയായ മറ്റെന്തെങ്കിലും ഗൗരവ പ്രശ്നങ്ങളോ കത്തി നിൽക്കുന്ന സമയത്ത് ജനങ്ങൾ ഓരോ ആഹ്വാനങ്ങൾ ഏറ്റെടുക്കുന്നത് പോലെ എന്ത് ബ്രദർഹുഡ് ഉണ്ടെങ്കിലും ശരി, 4000 കിലോമീറ്റർ ദൂരെയുള്ള ഒരു വിഷയത്തിൽ ജനം ആഹ്വാനങ്ങൾ ഏറ്റെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഭാഗികമായെങ്കിലും അത്തരം ആഹ്വാനങ്ങൾ വിജയിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ശക്തമായ ഒരു ഇക്കോസിസ്റ്റം തിരശീലയ്ക്ക് പിന്നിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. പാലസ്തീനിൽ ഒരു ഏറുപടക്കം പൊട്ടിയാൽ വരെ ഇവിടെ ബഹിഷ്കരണ ആഹ്വാനങ്ങൾ ഉണ്ടാവും. കാരണം അതിന് പിന്നിൽ ഒരു ഇക്കോസിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. നേരെ തിരിച്ച് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷം വർഗീയ അതിക്രമം നേരിടുമ്പോൾ ഇവിടെ ഒരു ബഹിഷ്കരണ ആഹ്വാനങ്ങളും നമ്മൾ കണ്ടിട്ടില്ല, ഒരു ക്യാമ്പയിനും നമ്മൾ കണ്ടിട്ടില്ല. കാരണം അതിനുവേണ്ടി ഒരു ഇക്കോസിസ്റ്റം ഇല്ല. ഇനി ഈ ഇക്കോസിസ്റ്റം എന്ന വാക്ക് ഈയിടെയായി നമ്മൾ കൂടെ കേൾക്കുന്നുണ്ട്. എന്താണ് ഈ ഇക്കോസിസ്റ്റം? പ്രധാനമായും 4 ലെയറുകളുള്ള വളരെ സ്ട്രക്ചേർഡായ സുസംഘടിതമായ ഒരു വ്യവസ്ഥയാണ് ഈ ഇക്കോസിസ്റ്റം. എന്താണ് ഈ 4 ലെയറുകൾ? ഒന്നാമത് ഫണ്ടിങ് സോഴ്സ് ആണ്. ഒരു ഇക്കോസിസ്റ്റത്തിന്റെ രക്തം എന്ന് പറയുന്നത് പണമാണ്. ആ രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയമാണ് ഫണ്ടിങ് ശൃംഖല. മിക്കവാറും ഇതൊരു കോർപ്പറേറ്റ് ശൃംഖലയായിരിക്കും, അതായത് ഈ ബിസിനസ്സുകാരുടെയും കച്ചവടക്കാരുടെയും ഒക്കെ ഒരു നെറ്റ്വർക്ക്. ഇപ്പോൾ ഈ കേസിൽ ജമാഅത്തെ ഇസ്ലാമി നാടുനീളെ ഈ മുസ്ലിം വ്യാപാരി വ്യവസായികൾക്ക് ഉദാരമായി പലിശരഹിത വായ്പകളൊക്കെ നൽകി ഒരു സാമ്പത്തിക ശൃംഖല സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ്. രണ്ടാമത് തിങ്ക് ടാങ്കുകളാണ്, അതായത് ഈ പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടത്തുന്നവർ, ഇക്കോസിസ്റ്റത്തിന്റെ തലച്ചോറുകൾ. പദ്ധതികൾ ആവിഷ്കരിക്കാനും നറേറ്റീവുകൾ സൃഷ്ടിക്കാനും അവ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ വിലയിരുത്താനും അഥവാ ഒരു ഫീഡ്ബാക്ക് അനാലിസിസ് ഒക്കെ നടത്താനും മറ്റും പ്രവർത്തിക്കുന്ന ബൗദ്ധിക സംഘം. മൂന്നാമത് ഹ്യൂമൺ അസറ്റുകളാണ്, അഥവാ മനുഷ്യരാകുന്ന ആസ്തികൾ. ഇവരാണ് ജനങ്ങളെ സ്വാധീനിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നവർ മുതൽ ഗ്രൗണ്ടിൽ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കുന്നവർ വരെ. ഈ 9 മണി ചർച്ചകളിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്ന ബുദ്ധിജീവികൾ മുതൽ സമ്മേളനങ്ങളിലും പ്രകടനങ്ങളിലും വേദിയിൽ പ്രഭാഷണം നടത്തുന്നവരും അത്തരം പരിപാടികളുടെ സംഘാടകരെയും വരെ ഈ ഗണത്തിൽപ്പെടുത്താം. നാലാമത് മീഡിയ അഥവാ പ്രചാരണ സംവിധാനമാണ്. ഈ ഹ്യൂമൺ അസറ്റുകളുടെ പ്രസ്താവനകൾക്കും നിലപാടുകൾക്കും പരമാവധി പ്രചാരം കൊടുക്കുക എന്നതാണ് ഇവരുടെ ജോലി. എതിർ ശബ്ദങ്ങൾക്ക് പ്രചാരം ലഭിക്കാതെ നോക്കലും അവയെ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കലും ഈ വിഭാഗത്തിന്റെ ജോലിയാണ്. ഇതിൽ പ്രിന്റ്, വിഷ്വൽ മീഡിയ മുതൽ സോഷ്യൽ മീഡിയ വരെ ഉൾപ്പെടുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ സ്റ്റുഡിയോ ബഹിഷ്കരണത്തിന് പരമാവധി മൈലേജ് നൽകുന്ന മാധ്യമങ്ങളും പ്രധാന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഏതൊക്കെയാണെന്ന് നമുക്ക് നന്നായി അറിയാം. ഇത്തരത്തിൽ ഈ 4 ലെയറുകളുള്ള, അതായത് ഈ ഫണ്ടിങ് സോഴ്സ്, തിങ്ക് ടാങ്കുകൾ, ഹ്യൂമൺ അസറ്റ്, പിന്നെ ഈ മീഡിയ എന്നിങ്ങനെ 4 ലെയറുകളുള്ള അനവധി ഇക്കോസിസ്റ്റങ്ങൾ ലോകത്ത് നിലവിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഇക്കോസിസ്റ്റങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും വലുത് അമേരിക്കൻ ഇക്കോസിസ്റ്റമാണ്. ബ്ലാക്ക് റോക്കും വാൻഗാർഡും പോലെയുള്ള ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ പണം മുടക്കിയിട്ടുള്ള ലോകത്തെ 3/4 പങ്കും വരുന്ന കോർപ്പറേറ്റ് ലോകം, അതാണ് അവരുടെ ഫണ്ടിങ് ശൃംഖല. പിന്നെ ബിൽ ആൻഡ് മെലിൻഡ ഫൗണ്ടേഷനും റോക്കഫെല്ലർ ഫൗണ്ടേഷനും നമ്മളുടെ ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനും പോലെയുള്ള 1000 എണ്ണം പറഞ്ഞ സംഘടനകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന 10,000-കണക്കിന് തിങ്ക് ടാങ്കുകൾ. ഇനി ഹ്യൂമൺ അസറ്റുകൾ, ഗ്രെറ്റ തെൻബർഗ്, ഹോളിവുഡ് സെലിബ്രിറ്റീസ് തുടങ്ങി അരുന്ധതി റോയ്, പിന്നെ നമ്മളുടെ ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസ് വരെ നീളുന്ന നീണ്ട പട്ടിക. റോയിറ്റേഴ്സും BBC-യും ടൈംസ് മാഗസിനും പോലെയുള്ള വൻ മാധ്യമ ശൃംഖല. ഇതൊക്കെയാണ് അമേരിക്കൻ ഇക്കോസിസ്റ്റം. രണ്ടാമത്തെ ഏറ്റവും വലിയ ഇക്കോസിസ്റ്റം ചൈനീസ് ഇക്കോസിസ്റ്റമാണ്. ഫണ്ടിങ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ ചൈനീസ് സർക്കാർ നേരിട്ട്. തിങ്ക് ടാങ്കുകളെല്ലാം തന്നെ അതേ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാരിന് കീഴിൽ. ഹ്യൂമൺ അസറ്റുകൾ എന്ന് പറയുന്നത് ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ മുതൽ അർബൻ നക്സലുകളെ പോലെയുള്ള അനവധി ആക്ടിവിസ്റ്റുകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും വിലക്കെടുത്ത മറ്റ് രാഷ്ട്രീയ നേതാക്കളും വരെ. മീഡിയ പ്രധാനമായും ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റ് ചായവുള്ള പത്രങ്ങളും ചാനലുകളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഒക്കെയാണ്. ഇനി മൂന്നാമത്തെ ഏറ്റവും വലിയ ഇക്കോസിസ്റ്റം ഇസ്ലാമിക് ഇക്കോസിസ്റ്റമാണ്. ഫണ്ടിങ് ഗൾഫിൽ നിന്നുള്ള പെട്രോ ഡോളർ. ഇപ്പം നേരിട്ടുള്ള അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഫണ്ടിങ് ഉണ്ടെന്നും ആരോപണങ്ങളുണ്ട്. തിങ്ക് ടാങ്കുകൾ, നിരവധിയായ ഇസ്ലാമിക പഠന കേന്ദ്രങ്ങളും യൂണിവേഴ്സിറ്റികളും. ഹ്യൂമൺ അസറ്റ്സ് എടുത്തു പറയേണ്ട കാര്യമില്ല. നിലപാടുകൾ കൊണ്ട് തിരിച്ചറിയാവുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. അൽ ജസീറ മുതൽ ലോക്കൽ പത്രങ്ങളും മാസികകളും ചാനലുകളും വരെ നീളുന്ന മീഡിയ ശൃംഖല. നാലാമത്തെ ഏറ്റവും വലിയ ഇക്കോസിസ്റ്റം, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഭാരതം കേന്ദ്രീകരിച്ച് അതിവേഗം വളർന്നു വരുന്ന ഒരു ഹിന്ദു ഇക്കോസിസ്റ്റമാണ്.
അദാനിക്കെതിരെ എങ്ങോ കിടക്കുന്ന ഒരു ഹിൻഡൻബർഗ് ആക്രമണം നടത്തിയത് ചുമ്മാ ഷോർട്ട് സെല്ലിംഗ് നടത്തി 10 പുത്തനുണ്ടാക്കാനോ അല്ലെങ്കിൽ അദാനിയെ ഒന്ന് നാണം കെടുത്താനോ മാത്രമാണെന്ന് കരുതിയോ? ആക്രമണം ഹിന്ദു ഇക്കോസിസ്റ്റത്തിന് നേരെയായിരുന്നു. എതിർക്കുന്നവർക്ക് ഇവിടെ വളർന്നു വരുന്നത് എന്താണെന്ന് നന്നായി അറിയാം. എന്നാൽ ഹിന്ദു ഇക്കോസിസ്റ്റം ഇപ്പോഴും പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, താഴെ തട്ടിലേക്ക് വേരിറങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് സുഡിയോ ബഹിഷ്കരണം ചർച്ചയാവുന്ന പോലെ ബംഗ്ലാദേശിൽ ഹിന്ദു വംശഹത്യ നടന്ന സമയത്ത് ബംഗ്ലാദേശ് ബഹിഷ്കരണം എന്ന ക്യാമ്പയിൻ അത്ര കണ്ട് ട്രാക്ഷൻ നേടാതെ പോയത്. ഇനി അങ്ങോട്ടുള്ള കാലത്ത് സുശക്തമായ ഒരു ഇക്കോസിസ്റ്റമുള്ള സമൂഹത്തിനെ അവരുടെ സ്വത്വം സംരക്ഷിച്ചുകൊണ്ട് നിലനിൽക്കാൻ സാധിക്കുമെന്നതിൻ്റെ ഏറ്റവും പുതിയ ഓർമ്മപ്പെടുത്തലായി വേണം സുഡിയോ ബഹിഷ്കരണം ഉയർത്തിവിട്ട ചർച്ചകളെ നമ്മൾ ഉൾക്കൊള്ളാൻ. നമസ്കാരം.